ഹലോ മൈ ഡിയർ വേൾഡ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ് ആൻഡ് വ്ളോഗ് പുനലൂർ. ഉച്ചയ്ക്ക് ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇക്ക പറഞ്ഞു പെട്ടെന്ന് റെഡിയായാൽ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന്. കേൾക്കേണ്ട താമസം, പിള്ളേരെയും റെഡിയാക്കി ഞാനും റെഡിയായി വണ്ടിയിൽ കയറി. പോകുന്ന സ്ഥലം മലമേൽ പാറയിലേക്കാണ്. അഞ്ചലിൽ ചെന്നിട്ടും പറ്റും. നമ്മൾ പോകുന്നത് പുനലൂർ അടുക്കളമൂല വെഞ്ചേമ്പ് തടിക്കാട് വഴി മലമേൽ പാറയിലേക്ക്. ഇവിടെ ഒരു ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ് ഈ പറയുന്ന മലമേൽ പാറ. 2-3 വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇത്. ഞങ്ങൾ ഇതിനു മുന്നേ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 7 വർഷം മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ഇവിടായിരുന്നു നടത്തിയത്. അന്ന് ഇതൊന്നും ഇങ്ങനെ ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ടിക്കറ്റ് കൗണ്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും കയറാം. ഇപ്പോൾ ഇത് ടൂറിസ്റ്റ് പ്ലേസായി ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷം ചെറിയൊരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ഫീസ്, കുട്ടികൾക്ക് 10 രൂപയും. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോയേ. ഇത് അവിടെ ഒരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളതിൻ്റെ എല്ലാം ഒരു സൂചന. അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ചെറിയൊരു കോഫി ഷോപ്പുണ്ട്, ബാത്റൂമുണ്ട്. മതിയല്ലോ, ഒരുപാട് എന്തിനാ. പിന്നെ അടുത്തടുത്തടുത്ത് വേസ്റ്റ് ബിന്നും വെച്ചിട്ടുണ്ട്. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അവിടെ നിന്ന് നടന്ന ആദ്യത്തെ സ്ഥലമായ കുടപ്പാറയിലോട്ടാണ് പോയത്. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസാണ്. എല്ലാം പാറയിലാണ്. പാറ, മൺറോഡ് ഇതൊക്കെയാണ്. കുടപ്പാറയുടെ വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല എടുത്തതേ. നമ്മൾ കുടം നോക്കുമ്പോൾ എങ്ങനെ അതേ ഷേപ്പിലാണ് ഈ പാറയുള്ളത്. അവിടെ നിന്ന് നേരെ വരുന്നത് നാടുകാണിപ്പാറ. ഇതാണ് കാണേണ്ട കാഴ്ച. അത് കുറച്ച് നടക്കാനുണ്ട്. ഈ നടക്കുന്ന ഭാഗങ്ങൾ മണ്ണാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഈ നടക്കുന്ന സൈഡിൽ മാത്രം ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. ഇത്രയും ഭാഗത്തേ ഉള്ളൂ. പിന്നെല്ലാം പാറയുടെ മണ്ടയിൽ കൂടെ ചെറിയ ചെറിയ പാറകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ കാണുന്ന സ്ഥലത്താണ് നമുക്ക് പോവേണ്ടത്. നാടുകാണിപ്പാറ കാണാൻ കുറച്ച് ആവേശം മാത്രം പോരാ, കുറച്ച് എനർജിയും വേണേ. അത്യാവശ്യം ചെറിയ രീതിയിൽ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് വഴിയായിട്ടൊന്നുമില്ല. പാറക്കൂട്ടങ്ങളിൽ ചവിട്ടി വേണം നമ്മൾ മുകളിൽ ചെല്ലാൻ. സൂക്ഷിച്ചു പോകുന്നതായിരിക്കും നല്ലത്. കാലുവെല്ലാം സ്ലിപ്പായാൽ നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സപ്പോർട്ടിന് പിടിക്കാനുള്ളതും പാറ തന്നെ. പാറയെ പിടിച്ച് വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മുകളിലെത്താറായേ. ഇതൊരു സൈഡ് ചരിഞ്ഞൊരു ഭാഗമാണ്. ഇത് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇഷ്ടംപോലെ പിള്ളേർ സെറ്റും ഫാമിലീസും എല്ലാം വരുന്നുണ്ടേ. വൈകുന്നേരം കൂടെ ആകുമ്പോഴത്തേക്കിന് നല്ലൊരു വ്യൂ കിട്ടും. നല്ല കാറ്റും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മക്കളെ കയറി കഴിഞ്ഞപ്പോൾ ആ മനസ്സിലുണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും നമ്മൾ മുകളിൽ നിന്നിട്ട് ആ ഏരിയ മൊത്തം നമുക്ക് ചുറ്റോട് ചുറ്റും കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ വേറൊരു ഫീലാണ്. ഇതിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകും എന്നെനിക്കറിയില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാനും ഇക്കായി ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. അന്ന് പക്ഷേ ഞങ്ങൾ ഇവിടെ ഒന്നും വന്നില്ലായിരുന്നു. നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടറൊക്കെ എടുത്ത ഭാഗമില്ലേ, അവിടെ കുറച്ച് പാറ കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തൊക്കെ ഉള്ളായിരുന്നു. ഇങ്ങനെയൊക്കെ ഇങ്ങോട്ടുണ്ടായിരുന്നെന്ന് ഇന്നാ മനസ്സിലായത്. ഈ ഒരു മരം കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ചില സിനിമയിലെ പാട്ടിലൊക്കെ കാണുന്ന പോലൊരു പ്രത്യേകതരം ഒരു ഭംഗി. അല്ലെങ്കിൽ മരങ്ങൾ കൂട്ടമായി നിൽക്കുന്നതിനെക്കാട്ടിലും ഒറ്റയ്ക്കൊരു മരം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം ഒരു പ്രത്യേക ഭംഗി തന്നെ. ഇവിടെ നിന്നും ഇതുവഴി മേളിൽ കയറാൻ പറ്റും. ഇതാണ് ഈ പാറയുടെ ടോപ്പ്, നാടുകാണിപ്പാറ. ആ നാട് മുഴുവനും കാണാൻ പറ്റും. നല്ല ശക്തിയായിട്ട് തന്നെ കാറ്റ് അടിക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. റേഞ്ചുള്ള സ്ഥലമാണ്. ഞാൻ വിചാരിച്ചു ഇത്രയും നമ്മൾ ഹൈറ്റിൽ നിൽക്കുമ്പോൾ റേഞ്ച് കാണത്തില്ലെന്ന്. പക്ഷേ റേഞ്ചുണ്ട്. നമ്മൾ നിൽക്കുന്ന പാറയുടെ ഓപ്പോസിറ്റ് ഒരു ടവറുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് കുരങ്ങന്മാരും എത്തി. സന്ധ്യ ആകുമ്പോഴത്തേക്കിന് ഒരുപാട് കുരങ്ങന്മാരാവും. അവരുടെ സ്ഥലമല്ലേ. പകൽ മുഴുവൻ നമ്മൾ കയ്യേറിയിരിക്കുമല്ലേ. വൈകിട്ടാവുമ്പോൾ അവർ വരും. ഇരുന്ന് സൂര്യാസ്തമയം കാണാൻ സൂപ്പറാണ്. അത് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുമേ. സൂര്യൻ മെല്ലെ മെല്ലെ അതിൻ്റെ അസ്തമയനങ്ങളിലോട്ട് പോകുന്നത്. ഉദയവും സൂപ്പറായിരിക്കും. 6 മണി വരെയുള്ളൂ ഈ നാടുകാണിപ്പാറയിലോട്ടുള്ള പ്രവേശനം. സേഫ്റ്റിക്ക് ബാരിക്കേഡോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് പോകുന്നവരാണെങ്കിൽ കുറച്ചും കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അസ്തമയമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരികെ വന്നു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.